ദുരന്തത്തിന്റെ കാർമേഘം മാറി. സമാശ്വാസത്തിന്റെ ദിനമാണ് കടന്നുപോയത്. പാലുപോലെ പരിശുദ്ധമായ സ്നേഹം നാട് മാത്യുവിനും ജോർജിനും സഹോദരിക്കും നൽകി. ഓമനിച്ചു വളർത്തിയ പശുക്കൾ പിടഞ്ഞു വീണപ്പോൾ ഇവർ തളർന്നുപോയിരുന്നു. ഇവിടെ നിന്നുമാണ് എല്ലാവരും ചേർന്ന് ഈ കുട്ടി കർഷകരെ പിടിച്ചുയർത്തിയത്. 13 പശുക്കൾ നഷ്ടപ്പെട്ടെടുത്ത് ഇതിന്റെ ഇരട്ടി പശുക്കളെ വാങ്ങുന്നതിനുള്ള സഹായം ഇതിനകം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കിട്ടിയ സഹായത്തിന് മുഴുവൻ പശുക്കളെ ഇവർ വാങ്ങില്ല. കാരണം പശു വളർത്തൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കരുത്. മാത്യു 10ാം ക്ലാസ്സിലാണ്. പഠിച്ച് മൃഗ ഡോക്ടറാകാനുള്ളതാണ്. പിള്ളേരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി. സാമ്പത്തിക ബാധ്യത കുറച്ചുണ്ട്, അതൊന്ന് പരിഹരിച്ച് കന്നുകാലി വളർത്തൽ കൂടുതൽ മെച്ചമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുന്ന ഇടയന്റെ മനസ്സാണ് കുട്ടികൾക്ക്. സഹായങ്ങൾ തേടിയെത്തുമ്പോഴും വേദന മാറില്ല. തളർന്നു വീണ 5 കന്നുകാലികളെ രക്ഷിച്ചെടുക്കാനുണ്ട്. പോയ പശുക്കൾ എന്ന് വെച്ചാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളോടും നല്ല സ്നേഹവും നല്ല ഇണക്കവും എല്ലാം ഉണ്ടായിരുന്നതായിരുന്നു പോയതുങ്ങളെല്ലാം. അപ്പോൾ അവർ പോയതുകൊണ്ട് നല്ല വിഷമമൊക്കെ ഉണ്ട് മനസ്സിൽ. എന്നാലും ഇനി അതിനെ അതിജീവിക്കണമല്ലോ. അപ്പം അതിനേക്കാളും കരുത്തോടെ ഇനി മുൻപോട്ട് പോകുന്ന പ്രതീക്ഷിക്കുന്നു. സഹായിച്ച എല്ലാവരോടും നന്ദി മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.